ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും ബൈയിങ് സെല്ലിംഗ് ഡാറ്റ മാർക്കറ്റിൽ വരാൻ പോകുന്ന ട്രെൻഡുകളെക്കുറിച്ചും ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകുന്നു. ഇന്നത്തെ വീഡിയോയിൽ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏപ്രിൽ മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ ബൈയിങ് സെല്ലിംഗ് നടത്തിയ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുന്നത്. ഏപ്രിൽ മാസം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു മാസമായിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ബൈയിങ് സൈഡിലായിരുന്നു. മ്യൂച്വൽ ഫണ്ടുകൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും ഏപ്രിൽ മാസത്തിൽ ഏകദേശം 17,000 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 10,400 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ ബോട്ടം ലെവലിൽ നിന്നുള്ള ഒരു റിക്കവറി വരികയും ഏപ്രിൽ മാസത്തിൽ ഇൻഡെക്സ് 4% ഉയരുകയും ചെയ്തു. ഇനി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങലും വിൽപ്പനയും നടത്തിയ ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. നവമ റിസർച്ചിൻ്റെ ഡാറ്റ പ്രകാരം മിഡ് ക്യാപ് സെക്ടറിൽ മ്യൂച്വൽ ഫണ്ടുകൾ പ്രധാനമായും ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്, കോണ്ട് മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവ ഫാർമ സെക്ടറിലെ സ്റ്റോക്കുകളെയാണ് ഏറ്റവും അധികം വിറ്റഴിച്ചത്. എന്നാൽ ഫാർമ സെക്ടറിലെ ഒരു സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ബൈയിങ് നടത്തുകയും ചെയ്തു. ലുപ്പിനാണ് ആ സ്റ്റോക്ക്. ലുപ്പിനിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏപ്രിൽ മാസത്തിൽ 3 ബില്യൺ ഷെയറുകളാണ് വാങ്ങിയത്. ഇതുവഴി ലുപ്പിനിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 83 മില്യൺ ഷെയറുകളായി ഉയർന്നിട്ടുണ്ട്. അതായത് 600 കോടി രൂപയുടെ ബൈയിങ് ആണ് ഏപ്രിൽ മാസത്തിൽ ലുപ്പിൻ എന്ന കമ്പനിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിരിക്കുന്നത്. ലുപ്പിൻ കൂടാതെ കോഫോർജിലും മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. 2 മില്യൺ ഷെയറുകളാണ് കോഫോർജിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയത്. ഇതുവഴി കോഫോർജിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേക്ക് ഹോൾഡിങ്ങിൻ്റെ വാല്യൂ 1,500 കോടിയായി ഉയർന്നു. പെർസിസ്റ്റൻ്റ് സിസ്റ്റത്തിലും മ്യൂച്വൽ ഫണ്ടുകൾ ബൈയിങ് നടത്തി 700 കോടി രൂപയുടെ മൂല്യമുള്ള ഷെയറുകളാണ് പെർസിസ്റ്റൻ്റ് സിസ്റ്റത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയത്. അതേസമയം മിഡ് ക്യാപ് സെക്ടറിൽ വോൾട്ടാസ്, മാക്സ് ഹെൽത്ത് കെയർ, 197 കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പേടിഎം, ഇൻഫോ എഡ്ജ്, M&M ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ മ്യൂച്വൽ ഫണ്ടുകൾ സെല്ലിംഗ് ആണ് നടത്തിയത്. വോൾട്ടാസിൻ്റെ 7 മില്യൺ ഷെയറുകളാണ് വിറ്റഴിച്ചത്. 900 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വോൾട്ടാസ് എന്ന സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയത്. ഇതുവഴി വോൾട്ടാസിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 62 മില്യൺ ഷെയറിൽ നിന്നും 55 മില്യൺ ഷെയറായി ഇടിയുകയും ചെയ്തു. പേടിഎമ്മിലും മ്യൂച്വൽ ഫണ്ടുകൾ സെല്ലിംഗ് നടത്തി 1000 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഏകദേശം 12 മില്യൺ ഷെയറുകൾ ഏപ്രിൽ മാസത്തിൽ പേടിഎം എന്ന കമ്പനിയുടെ 12 മില്യൺ ഷെയറുകൾ മ്യൂച്വൽ ഫണ്ടുകൾ സെൽ ചെയ്തു. ഇനി സ്മോൾ ക്യാപ് സെക്ടറിലേക്ക് കടക്കാം. സ്മോൾ ക്യാപ് സെക്ടറിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും അധികം ബൈയിങ് നടത്തിയത് BSE എന്ന സ്റ്റോക്കിനെയാണ്. കൊട്ടക് മ്യൂച്വൽ ഫണ്ട്, ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് എന്നിവയാണ് BSEയിൽ ഏറ്റവും അധികം ബൈയിങ് നടത്തിയിരിക്കുന്നത്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ സെല്ലിംഗ് നടത്തിയിരിക്കുന്നത്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ 62 മില്യൺ ഷെയറുകളാണ് മ്യൂച്വൽ ഫണ്ടുകൾ സെൽ ചെയ്തത്. അതായത് ഏപ്രിൽ മാസത്തിൽ മാത്രം 300 കോടിയുടെ സെല്ലിംഗ് മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിട്ടുണ്ട്. ഇനി ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് കൂടാതെ ആംബർ എൻ്റർപ്രൈസസ്, നാൽക്കോ, ബ്ലൂ സ്റ്റാർ, പേടിഎം 361, ഗാലക്സി സർഫക്റ്റൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകൾ സെല്ലിംഗ് നടത്തി. രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം ബ്രോക്കേഴ്സ് അവരുടെ ഔട്ട്ലുക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ബ്രോക്കേഴ്സിൻ്റെ ഔട്ട്ലുക്ക് ഒന്ന് പരിശോധിക്കാം. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസം 1% ഇടിഞ്ഞ് 700 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2.57 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 6ഉം ഡിവിഡൻഡ് yield 0.43%. ആദ്യം തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് മനസ്സിലാക്കാം. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 51% ഇടിഞ്ഞ് 17,407 കോടിയിൽ നിന്നും 8,470 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ടോട്ടൽ റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റായിട്ട് തുടരുകയും ചെയ്തു. 1,19,503 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി നേടിയത്. എന്നാൽ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ സെയിൽസിൽ 1% വർധനവ് നേടി. അമേരിക്കയിലുള്ള ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ഡിമാൻഡ് ഉയരുകയും ചെയ്തു. എന്നാൽ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ഒരു പ്രധാന മാർക്കറ്റായ ചൈനയിൽ നിന്നും ജഗ്വാർ ലാൻഡ് റോവർ കടുത്ത കോമ്പറ്റീഷൻ നേരിടുകയും ചെയ്തു. ഇതൊക്കെയായിരുന്നു ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും പ്രധാന ഹൈലൈറ്റുകൾ. ഈ ഹൈലൈറ്റുകളുടെ പശ്ചാത്തലത്തിൽ വിവിധ ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് നൽകിയ ടാർഗറ്റും റേറ്റിംഗും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. CLSA സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് അല്ലെങ്കിൽ ഔട്ട് പെർഫോം എന്ന റേറ്റിംഗും 805 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. 2026 ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിലുണ്ടായിരിക്കുന്ന മൈക്രോ എക്കോണമിക് കണ്ടീഷൻസും റെസിപ്രോക്കൽ താരിഫും
അമേരിക്കയിലേക്കുള്ള ഓട്ടോമൊബൈൽ എക്സ്പോർട്ടിന് മുകളിൽ ഉയർന്ന താരിഫ് ചുമത്തിയതുമൊക്കെ കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ലക്ഷറി സെഗ്മെൻറ്റിൽ ഇതൊന്നും അത്ര ബാധിക്കില്ല. അതുകൊണ്ട് JLRൻ്റെ പെർഫോമൻസ് 2026 ഫിനാൻഷ്യൽ ഇയറിലും മികച്ചതായിരിക്കും. JLRൻ്റെ പെർഫോമൻസിനെ മുൻനിർത്തിയാണ് ടാറ്റ മോട്ടോഴ്സിന് ബൈ എന്ന റേറ്റിംഗും 805 രൂപയുടെ ടാർഗറ്റും CLS നൽകുന്നത്. AMG ഗ്ലോബൽസിൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ വാല്യൂഷൻ കംഫർട്ടബിൾ ആണ്. കൂടാതെ സ്ട്രോങ് ഓപ്പറേഷണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെൻറ്റ് കമ്പനി കൈവരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ AMG ഗ്ലോബലും ബൈ എന്ന റേറ്റിംഗും 800 രൂപയുടെ ടാർഗറ്റുമാണ് നൽകുന്നത്. ഇനി നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്ന ബ്രോക്കേഴ്സിനെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ജെഫ്രീസ് സ്റ്റോക്കിന് അണ്ടർ പെർഫോം എന്ന റേറ്റിംഗും 630 രൂപയുടെ ടാർഗറ്റുമാണ് നൽകുന്നത്. കമ്പനിയുടെ EBITDA 2% ഇടിഞ്ഞതും ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ലോ മാർജിനും കമ്പനിയുടെ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിക്കും. കൂടാതെ 2026 ജഗ്വാർ ലാൻഡ് റോവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് ഇയറായി മാറിയേക്കും. കാരണം ചൈനയിൽ നിന്നും കമ്പനി കടുത്ത കോമ്പറ്റീഷൻ നേരിടുന്നു. US-ൽ നിന്നും താരിഫ് പ്രഷറും നേരിടുന്നുണ്ട്. ഇതൊക്കെയാണ് ടാറ്റ മോട്ടോഴ്സിന് വിവിധ ബ്രോക്കേജുകൾ നൽകിയിരിക്കുന്ന ടാർഗറ്റ്. ഇനി ഓൾ ടൈം ഹൈയിൽ നിന്നും 40% ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നത് കൊണ്ടും ഏറെക്കുറെ നെഗറ്റീവ് ന്യൂസുകളെല്ലാം ആൾറെഡി സ്റ്റോക്കിൽ ഫാക്റ്റേഡ് ആയി എന്ന രീതിയിലുള്ള പാറ്റേൺ വരുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആൾറെഡി സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ 680 രൂപയുടെയോ 630 രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.